ഞാൻ ചോദിക്കാൻ വന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്റർവ്യൂസ് എല്ലാം കണ്ടപ്പോ എല്ലാവർക്കും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ബേസിലും ധ്യാനം തമ്മിൽ എന്താ പ്രശ്നം? അത് നമ്മള് പണ്ടത്തെ കോളേജ്, അതൊരു വലിയ ചോദ്യമാണ്. ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. രണ്ടും തമ്മിൽ എപ്പോഴും അടിയാണ്, ഫ്രണ്ട്ലി അടിയാണ്. അത് നമ്മളവിടെ നിങ്ങള് ആ ഇന്റർവ്യൂ ഉണ്ടല്ലോ, അതിന്റെ 3 മടങ്ങാണ് ഞങ്ങൾ ഷൂട്ട് ചെയ്യുമ്പോൾ കണ്ടിട്ടുള്ളത് ഇവർ ഒരുമിച്ചുള്ളപ്പോ. അപ്പോൾ ബേസിയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്, ധ്യാനിനെ ബേസി അതിൽ സാർ എന്നാണ് വിളിക്കുന്നത് പടത്തിൽ ഫുൾ ടൈം. അപ്പോൾ വന്ന് ഡയലോഗ് കാണുമ്പോൾ തന്നെ കോപ്പ് എന്ന് പറഞ്ഞിട്ടാണ് ഇവൻ ഇരിക്കുന്നത്. കാരണം ധ്യാനെ സാറിന് വിളിക്കണം. അപ്പോൾ ധ്യാനാണെങ്കിൽ മറ്റേ റാഗിങ്ങാണ്, വാടാ വിളിക്കട തന്നെ എന്ന് പറഞ്ഞിട്ട് ധ്യാൻ ആ മൂഡിലാണ് നിൽക്കുന്നത്. അപ്പോൾ ധ്യാനാണെങ്കിൽ ഈ OSS ഷോട്ട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബേസി അഭിനയിക്കുന്ന സമയത്ത് ഇപ്പം തെറ്റിക്കും ഇത് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ബേസിയുടെ ഡയലോഗ് തെറ്റും. അപ്പോൾ അവർ തമ്മിൽ എപ്പോഴും ഞാൻ ചെന്നിട്ട് ലാസ്റ്റ് കൈയും കാലം പിടിക്കേണ്ടി വരും. എടാ ഞാനിതൊന്ന് തീർക്കട്ടടാ, ഒന്നിരുന്ന് പണിയെടുക്കടാ, ആ ലെവലാണ്. പക്ഷെ അവരും ഭയങ്കര എൻജോയ് ചെയ്തിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. നമ്മൾ മൂന്നാർ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ലൈറ്റ് പോയിട്ട് ഷൂട്ട് ചെയ്യേണ്ട ചില സീക്വൻസസ് ഉണ്ടാവുമല്ലോ, അത് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം കൂടെ ക്രിക്കറ്റ് കളിക്കാൻ പോകും. പിന്നെ കറക്റ്റ് ടൈം ആവുന്ന സമയത്ത് സിൽവറിൽ ഈ എന്താ പറയുക ഡസ്കിലൊക്കെ നമുക്ക് എന്തെങ്കിലും ഷൂട്ട് ചെയ്യാനുണ്ടെങ്കിൽ വിളിച്ചു കഴിഞ്ഞാൽ ഒറ്റൊരുത്തനും വരില്ല. എൻ്റെ അസോസിയേറ്റ് അടക്കം ക്രിക്കറ്റ് കളിച്ചോണ്ടിരിക്കുക, നമ്മൾ ചെന്ന് വിളിച്ചോണ്ട് വരണം. പിന്നെ മക്കളെ വാടാ അച്ഛനിതൊന്ന് തീർത്തോട്ടടാ, അതാണ് എൻ്റെ അവസ്ഥ. അപ്പൊ അവിടെയാണ് എനിക്ക് ഏറ്റവും എന്താണ് ഈ പറഞ്ഞാൽ നേരത്തെ 40 ദിവസം കൊണ്ട് തീർക്കണം എന്ന് പറഞ്ഞ പ്രൊഡ്യൂസറിന്റെ ആഗ്രഹം ഉള്ളപ്പോ തന്നെ ഈ ഇതിലെല്ലാം വിശാഖം കളിക്കുന്നുണ്ടാവും. അതായത് ധ്യാന്റെ കൂടെ വിശാഖും ക്രിക്കറ്റ് കളിക്കാണ്. ഇവന് ചാർട്ട് അറിയാം. ഇവിടെ വന്നപ്പോഴും തോന്നി ഇത് ഇപ്പൊ വീടാണ് ഫാമിലിയുടെ ഹൗസ്, ഫുള്ള് സ്പോർട്സ് പരിപാടി. അതെ. അപ്പം അതിനകത്ത് ധ്യാന്റെ കൂടെ ഞാൻ ആക്ച്വലി ലവേഷൻ ഡ്രാമ കഴിഞ്ഞിട്ട് കുറേ ദിവസം കഴിഞ്ഞിട്ട് അവൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യണേ. അപ്പം ഞാൻ രാവിലെ ലൊക്കേഷൻ വരുമ്പോൾ തന്നെ ഇപ്പം അവൻ ഒരു 6 മണിക്ക് വന്നാലും അവൻ ആദ്യം ചോദിക്കണ വിശാഖ് വന്നോന്ന് ചോദിക്കും. അപ്പോൾ വന്ന നമ്മളൊരു തുടക്കം ഉണ്ടല്ലോ എപ്പോഴും എല്ലാവരുടെയും. അപ്പോൾ ആ ഒരു സമയത്ത് ഒരുമിച്ചിരിക്കണതും ഇതും. അപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ആക്ച്വലി ഇതേപോലെ സെറ്റിൽ രാവിലെ ഒരുമിച്ചിരിക്കുക. അപ്പോൾ രാവിലെ വന്ന ഫസ്റ്റ് അവൻ്റെ കൂടെ ഇരിക്കുക, കുറച്ച് സംസാരിക്കുക, എന്നിട്ടായിരിക്കും ഞാൻ എല്ലാ പരിപാടിയും പോകുന്നത്. കാരണം അവനും അത് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ ഷോർട്ടിൻ്റെ ബ്രേക്കിലെല്ലാം എനിക്ക് മാക്സിമം ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുമോ എല്ലാം ടൈം സ്പെൻഡ് ചെയ്യും, തമാശ പറയും. പിന്നെ അവിടെ മൂന്നാർ സമയത്ത് ഇൻ ബിറ്റ്വീൻ സീൻസിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ അത്യാവശ്യമായിട്ട് ലൈറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും. ഇപ്പോൾ മൂന്നാർ ക്ലബ്ബാണ്, നമ്മളാണെങ്കിൽ ആ സമയത്ത് അവിടെ മറ്റേ സ്നൂക്കർ കളിക്കാറുണ്ട്, അവിടെ TT കളിക്കും. അപ്പം ഇതായിരിക്കുന്നു നമ്മുടെ ഒരു പരിപാടി. പക്ഷെ വിനീതായതുകൊണ്ട് എനിക്ക് ഒരു കുഴപ്പമില്ല, എനിക്ക് നല്ല വിശ്വാസമുണ്ട് സമയത്ത് തീർക്കുന്നു. അതായത് ഞങ്ങളുടെ ധൈര്യം. അതിങ്ങനെ വിട്ടേക്കുന്നതാണോ, മീൻസ് പ്രഷർ ഇല്ലാണ്ട് നമ്മുടെ ഒരു പ്രാക്ടീസ് ആണോ ശരിക്കും വിനീതേട്ടന്റെ സെറ്റ്? നമുക്ക് കേൾക്കുമ്പോൾ നമുക്ക് പണ്ടിട്ടുള്ള ആഗ്രഹമാണ്, പക്ഷെ എങ്ങനെയെങ്കിലും പുള്ളിയുടെ നിൽക്കുക എന്നുള്ളൊരു സംഭവം. ഇല്ല, ഞാനും ഇത് ഭയങ്കര എൻജോയ് ചെയ്തിട്ടല്ലേ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അവിടെ ആ സമയത്ത് ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമുണ്ട്, ഇതുപോലത്തെ ഒരു ഷൂട്ട് ഇനി നടക്കണം എന്നില്ല. കാരണം അവിടെ നിവിനുണ്ട്, അജു ഉണ്ട്, ബേസിലുണ്ട്, ധ്യാനുണ്ട്, അപ്പു ഉണ്ട്, ശ്രീറാമുണ്ട്, ഹരിയുണ്ട്, ഇല്ലാത്ത ആരുമില്ല. നമ്മൾ ആലോചിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യം അതാണ്, ഇനി ഇതുപോലൊരു ഷൂട്ട് ഉണ്ടാവുമെന്ന് നമുക്കറിയില്ല. ഇത്രയും പേരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് ഉണ്ടാവണം. അതിൽ ഇവർക്ക് എല്ലാവർക്കും കാര്യമായിട്ട് എന്തെങ്കിലും ചെയ്യാനുണ്ടാവണം. എന്നാലല്ലേ നമുക്ക് വിളിച്ചിട്ട് വെറുതെ നിർത്താൻ പറ്റില്ലല്ലോ ആൾക്കാരെ. അവർക്ക് അവരുടേതായിട്ടുള്ളൊരു ഇമ്പോർട്ടൻസ്. ഇപ്പോൾ ബേസിക്ക് ഒരു ഭയങ്കര ക്രൗഡുണ്ട്. അപ്പോൾ ബേസി ആണെങ്കിലും സിനിമയിൽ ഒരു ഇമ്പോർട്ടൻസ് വേണമല്ലോ ആ ക്യാരക്ടറിന്. അതേപോലെ നിവിൻ വരുമ്പോൾ നിവിൻ്റെ അടുത്ത് നിന്ന് ആൾക്കാർ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു സംഗതിയുണ്ട്. അത് നമ്മൾ ഡെലിവർ ചെയ്തില്ലെങ്കിൽ നിവിനെ വിളിച്ചിട്ട് വെറുതെ അങ്ങനെ അവനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കും അങ്ങനെ തോന്നാൻ പാടില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ എല്ലാ രീതിയിലും നമുക്ക് വരുന്ന ആർട്ടിസ്റ്റിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു സിനിമ ഇനി ഉണ്ടാവോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ലല്ലോ. അപ്പോൾ ആ ടൈം നമ്മൾ ശരിക്കും എൻജോയ് ചെയ്തു. അപ്പോൾ അതാണ് അതിൻ്റെ കാര്യം. സെറ്റിന്റെ കാര്യം പറയുമ്പോഴാണ് ഇതെല്ലാം നോക്കി നടത്തേണ്ട ഒരാളും കൂടെയാണ് ജയറാം എന്ന് പറഞ്ഞ എനിക്കൊരു ആളുണ്ടായിരുന്നു. ആക്ച്വലി നമ്മുടെ കൂടെ ലവേഷൻ ഡ്രാമ ചെയ്തതാണ്. അവനാണ് ആക്ച്വലി ഈ ഫുൾ സെറ്റിൻ്റെ ചുമതല മൊത്തം നോക്കിയിരുന്നത്. ഇതേപോലെ ആദ്യം ഞാൻ ഒരു പ്ലാൻ കൊടുത്തു, പക്ഷെ അത് എക്സിക്യൂട്ട് ചെയ്ത മൊത്തം ജയറാം എന്ന് പറഞ്ഞ പുള്ളിയാണ്. പിന്നെ ഇവിടെ നിന്ന് ഇപ്പോൾ ഓരോ സെറ്റ് നമുക്ക് പണിയാൻ എളുപ്പമോ,
ഇതേപോലെ എനിക്ക് മനസ്സിലായ ഒരു കാര്യമായിരുന്നു ഇത് ഇളക്കാനും അവിടെ വൃത്തിയാക്കാനും. അപ്പം എത്രത്തോളം ഇത് 3 ദിവസം എല്ലാം പ്ലാനിങ് പറഞ്ഞതാ, അത് ചെയ്ത് തീർക്കാൻ തന്നെ ഒരു 25 ദിവസം എടുത്തു. കാരണം ഈ ആണി പിന്നെയാണ് മനസ്സിലാക്കി ഇത് ഓരോന്ന് മാറുമ്പോൾ എനിക്ക് ഫോട്ടോ അയച്ചിരും എത്രത്തോളം ആണികളുണ്ടായിരുന്നു, എത്രത്തോളം പ്ലൈവുഡുകളുണ്ടായിരുന്നു. അപ്പം ഇത് ഇത്രയും താഴെ വീണിട്ടും ഇതെടുത്ത് മാറ്റണം. പിന്നെ ഒരു ലാൻഡ് നമ്മൾ വിശ്വസിച്ചാണല്ലോ, ആ സർഫസ് അതേപോലെ ഇരിക്കണം. പിന്നെ നോക്കിയപ്പോഴാണ് അവിടെ വേസ്റ്റും അതും. അപ്പം ഞാൻ ഈ പ്രോസസ്സ് മൊത്തം പഠിച്ചു. അപ്പം അടുത്ത പടത്തിൽ നമ്മൾ ഇതേപോലെ സെറ്റ് വർക്ക് എന്താ ശരി, സെറ്റ് വർക്ക് കയറണം മാത്രമല്ല സെറ്റ് വർക്ക് മാറ്റാനും ഒരു ബഡ്ജറ്റ് കാണണം എന്ന് ഇതിൽ പഠിച്ചു. എനിക്കിതിനകത്ത് വേറൊരു കാര്യം ചെയ്യാനുള്ളത്, ഇതിനകത്ത് മ്യൂസിക് ഡയറക്ടറിനെ പറ്റിയാണ്. കാരണം ഇന്ത്യ മ്യൂസിക് ചെയ്യുന്ന ഒരാളാണ്, എങ്ങനെയാണ് പിക്ക് ചെയ്യുന്ന, അങ്ങനെ ഒരു കണ്ടെത്തി എങ്ങനെയാണ് സംഭവം നടന്നത്? അമൃത് ചെയ്യുന്ന മ്യൂസിക് നമ്മുടെ സിനിമയ്ക്ക് കറക്റ്റായിട്ടുള്ള ഒരു രീതിയിലായിരുന്നു, അവൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്നെ റിലീസ് ചെയ്യാത്ത കുറച്ച് പാട്ടുകൾ അമൃത് ഇങ്ങനെ കേൾപ്പിച്ചിരുന്നു. ഒരു ദിവസം വീട്ടിൽ വന്നു, ഞങ്ങൾ കുറേ നേരം സംസാരിച്ചു. അപ്പം ഞാനിങ്ങനെ കേട്ടപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് നമ്മുടെ സിനിമയുടെ സൗണ്ട് സ്കേപ്പിൽ നിൽക്കുന്ന പോലെ തോന്നി അവൻ കമ്പോസ് ചെയ്ത പാട്ടുകൾ. അതാണ് ഞാൻ അമൃത്തിനെ ചൂസ് ചെയ്യുന്നത്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യാൻ പറ്റുമോ എന്ന് ഞാൻ ചോദിച്ചു. അവൻ സ്ട്രിങ്സ് അറിയാവുന്ന ആളാണ്. അപ്പോൾ എനിക്ക് സ്ട്രിങ് ഹെവി ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ് ഇതിൽ വേണ്ടിയിരുന്നത്. നമ്മൾ ഹൃദയത്തിൽ ഫുൾ വോക്കൽ ഇതിലാണ് പോയിട്ടുള്ളത്, വോക്കൽ പാർട്സിലാണ് കൂടുതലും പോയിട്ടുള്ളത്. ഇത് സ്ട്രിങ് ഹെവി ആയിട്ട് പോകണമെന്നുണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ അവൻ പറഞ്ഞു അവൻ വയലിൻ വായിക്കും, അവന് ഗിറ്റാർ വായിക്കും, മൾട്ടിപ്പിൾ ഇൻസ്ട്രുമെൻറ്റ്സ് അറിയാം. പിന്നെ അവൻ്റെ കൂട്ടുകാരുടെ കൂടെയാണ് അവൻ വർക്ക് ചെയ്യുന്നത്. പിന്നെ സ്ട്രിങ്സ് വെച്ച് അവൻ വർക്ക് ചെയ്തിട്ടുള്ള പാട്ടുകൾ ഞാൻ കേട്ടു. അപ്പോൾ എനിക്കത് അമൃത്തിന് ചെയ്യാൻ പറ്റും എന്നൊരു തോന്നലുണ്ടായിരുന്നു. പക്ഷെ ഞാൻ വിചാരിച്ചതിനേക്കാളും രസമായിട്ട് ആളത് ചെയ്തിട്ടുണ്ട്. 24 വയസ്സേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ഏജിൽ അത്രയും രസമായിട്ട് അത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എസ്പെഷ്യലി കുറേ വർഷം ഒരാളെ അസിസ്റ്റ് ചെയ്തിട്ടൊക്കെ വരുന്ന ഒരാൾക്ക് അത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ഫിലിമിൽ അതിന് ഡെഫിനറ്റ്ലി അവൻ്റെ കൂട്ടുകാരും ഉണ്ട്. അവനൊരു എന്താ പറയുക, ഋതു വൈശാഖ് എന്ന് പറയുന്ന അവൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, സ്ട്രിങ്സൊക്കെ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നിതിൻ എന്ന് പറയുന്ന അവൻ്റെ മിക്സിങ് എഞ്ചിനീയർ ഉണ്ട്. ഈ 3 പയ്യന്മാരും കൂടി എൻ്റെ വീട്ടിൽ 1 മാസത്തിലധികം താമസം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ രാവിലെ അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും, ഇവന്മാർ ഇന്ന് ടിൻഡി ഇതായിരുന്നു പരിപാടി. അത് മറ്റേ ഇൻസ്റ്റാഗ്രാമിൽ ഓരോ ദിവസമായിട്ട് വരുന്നുണ്ടായിരുന്നു തോന്നുന്നത്. അത് പ്രിപ്പയർ ചെയ്യുന്ന വീഡിയോകളൊക്കെയാണ്. എന്താ അത് ശരി, ഞാൻ വിചാരിച്ചു ബിരിയാണി അപ്പം ആ എടുക്കാനുള്ളൊരു ഇതുണ്ടല്ലോ, മീൻസ് പുതിയ ആളുകളെ ട്രൈ ചെയ്യാന്നുള്ളത് അത് പണ്ടോട്ടേ ഉള്ള ഇതാണ്. പുതിയ ആൾക്കാർക്കുള്ള ഒരു അവസരം കൊടുക്കാന്നാണ് സിനിമാസിന് ഇപ്പോഴും ഓപ്പൺ ആണ്. ഇല്ല, എന്നെ പുതിയ ആൾക്കാർ ചതിച്ചിട്ടില്ല. ഞാൻ പുതിയ ആൾക്കാരുടെ കൂടെ എപ്പോഴൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടോ എനിക്ക് നല്ലത് മാത്രമേ വന്നിട്ടുള്ളൂ. അതുകൊണ്ട് എനിക്ക് അതാണ് അതിൻ്റെ ധൈര്യം. തുടക്കം തൊട്ടേ നമ്മൾ പുതിയ ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്തിട്ട് എനിക്ക് ഒരിക്കലും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ആയിക്കോട്ടെ. വർഷങ്ങൾക്ക് ശേഷം സിനിമ വർഷങ്ങൾക്ക് മുമ്പാണ് ഷൂട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആരായിരുന്നു അന്നത്തെ കാസ്റ്റ് ഉണ്ടാവുക? അത് പറയാൻ പറ്റില്ല. അത് പറയാൻ പറ്റില്ല, സോറി. എങ്കിലും ഇവരായിരിക്കില്ല, അല്ല, ഡെഫിനറ്റ്ലി അത്രയും പറയാം. അതെ, എവിടെയെങ്കിലും വളരെ റെസ്പോൺസ് ആ സമയത്ത്. പണ്ട് നമ്മൾ ഇവിടെ എറണാകുളത്തേക്ക് ഇവിടെ എറണാകുളത്തേക്ക് വരുന്നവരാണ്, ഇപ്പൊ എറണാകുളത്തേക്ക് വരുന്നവരാണ് പണ്ട് മദ്രാസ്. ആ സമയത്തുണ്ട് ആരെ പിടിച്ചു വെച്ചാലും ഈ 2 ക്യാരക്ടർ അവർക്ക് എവിടെയെങ്കിലും അത് കണക്ട് ആകുന്ന. അതെ അതെ, സ്റ്റിൽ ഇപ്പോഴാണെങ്കിലും സിനിമയിലേക്ക് വരാൻ ആൾക്കാർക്ക് സ്ട്രഗിള് ഉണ്ടല്ലോ. അപ്പോൾ അത് ഇപ്പോൾ ഇത് വന്ദേ ഭാരതിന് പെട്ടെന്ന് വരാന്നേ ഉള്ളൂ, സ്ട്രഗിള് ഇപ്പോഴും ഉണ്ട്. ഓക്കെ, 2008 കഥ മനസ്സിൽ വന്നാണ് പറഞ്ഞത്. 2006. ആ കഥ അന്ന് ഇപ്പൊ പറഞ്ഞു, ഇപ്പൊ നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞു അന്ന് എനിക്കത് ചെയ്യാനായിട്ട് ഒരു മടി ഉണ്ടായിരുന്നു. അപ്പൊ വർഷങ്ങൾക്ക് ശേഷം ആ കഥ കേട്ട് ഇന്നത് ചെയ്യാം എന്ന് ഉറപ്പിച്ചത് എന്തുകൊണ്ടാണ്? ശരി, ഇന്നിപ്പോ അത് ചെയ്യാൻ പറ്റും? ആക്ച്വലി വിനീതന്റെ കഴിഞ്ഞ മാർച്ചിലാണ് പറഞ്ഞത് ഈ സ്റ്റോറി. അതായത് ഫുൾ സ്റ്റോറി പറഞ്ഞ് എന്റെ കല്യാണത്തിന്റെ അല്ല, ആക്ച്വലി അതിന്റെ ബിഗ്ഗസ്റ്റ് വെഡിങ് ഗിഫ്റ്റ് ആയി മാറട്ടെ ഇപ്പൊ പടം റിലീസ് ചെയ്യുമ്പോൾ. കാരണം അന്ന് ഒരു ദിവസം മുമ്പ് വിനീത് വന്നു,
അപ്പം അത് ഫുൾ കഥ കേട്ടുകൊണ്ട് അങ്ങ് ഇരുന്ന് സമയം പോയത് പറഞ്ഞില്ല. അടുത്ത സീസൺ കൂടെ കഴിഞ്ഞിട്ടാണ് ഞാൻ നേരെ താലി കെട്ടാൻ വേണ്ടി പോയത്. പിന്നെ അത് കഴിഞ്ഞ് ഓരോ വിനീതിൻ്റെ അടുത്ത് ഐഡിയാസ് ഉണ്ടല്ലോ, അപ്പോൾ ഐഡിയാസ് ഇങ്ങനെ പറയുമ്പം ഭയങ്കര എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. കാരണം ഞാൻ ഹ്യൂമർ അല്ലെങ്കിൽ ഇമോഷൻസ് എല്ലാം ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അപ്പം ചില കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പം എനിക്ക് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. വിനീതിൻ്റെ ഫാനാണ് ഈ റൈറ്റിങ്ങിൻ്റെ. അപ്പം റൈറ്റ് അത് കഴിഞ്ഞിട്ട് വിനീത് സ്റ്റോറി പറയുന്ന ഒരു രീതിയുണ്ട്. എല്ലാവർക്കും വിനീതിൻ്റെ കൂടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പം അത് ഞാൻ വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ ഫൈനലായിട്ട് അത് കഴിഞ്ഞപ്പം നമുക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. കറക്റ്റായിട്ട് ഞാൻ ഭയങ്കര ത്രില്ലായിരുന്നു അത് കേട്ടപ്പം. പിന്നെയാണ് ഈ സംഭവം ഇത്തരത്തെ കാര്യങ്ങൾ, അത് രണ്ടാമത്തെ ഇതാണല്ലോ, നമുക്ക് ഇത്രയും ഉണ്ടെങ്കിൽ ഈ പടം ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ ലാസ്റ്റ് മൂവി തന്നെ കോൺഫിഡൻസ് നമുക്ക് ചിലപ്പോൾ ഞാൻ ലവേഷൻ ഡ്രാമയും ഹൃദയവും ചെയ്തു. അപ്പം ഈ 2 പടത്തിന് എനിക്ക് ധൈര്യമുണ്ട് മൊത്തത്തിൽ. അങ്ങ് ഫ്രണ്ട്സിനോട് അങ്ങ് ഇറങ്ങിയ മൊത്തത്തിൽ. അപ്പം ഇറങ്ങി തിരിക്കുമ്പോൾ നമ്മൾ ഓക്കെ നമ്മുടെ കൂട്ടുകാരുടെ കൂടെയാണല്ലോ ചെയ്യണത്, നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരുണ്ടല്ലോ കൂടെ എന്നൊരു ധൈര്യം ഉണ്ടല്ലോ. ഡെഫിനറ്റ്ലി അതാണ് വർഷങ്ങൾക്ക് ശേഷത്തിൻ്റെയും ഒരു ധൈര്യം മൊത്തത്തിൽ. വർഷങ്ങൾക്ക് ശേഷം പറ്റി ആലോചിക്കുമ്പോൾ മനസ്സിൽ തങ്ങി നിൽക്കാൻ സാധ്യതയുള്ള ഏറ്റവും ഹാപ്പിയസ്റ്റ് മൊമെന്റ് എന്തായിരിക്കും? ഇത് സിനിമ തിയേറ്ററിൽ ഇറങ്ങിയിട്ട് നമുക്ക് ആ ഒരു ജേണി ഉണ്ടല്ലോ, അത് കഴിഞ്ഞിട്ട് നമ്മൾ ആക്ച്വലി അത് പറയാം. അല്ല, എനിക്ക് തോന്നുന്നത് നമ്മൾ ഇത്രയും ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് നമ്മളിത് ചെയ്തു എന്ന് പറയുന്നത് എന്ന് ഓർക്കുമ്പോൾ ഒരു അച്ചീവ്മെൻ്റ് ആയിരിക്കും. ഇപ്പം എനിക്ക് നല്ല മെമ്മറീസ് ഉണ്ട്. ഇപ്പം തട്ടം നമ്മൾ ചെയ്യുന്ന സമയത്തും ഒക്കെ നമ്മൾ ഷൂട്ട് ചെയ്തത് എങ്ങനെയാണെന്നുള്ളത് നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഓർമ്മയിലുണ്ട്. ഹൃദയം ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഓരോ മൊമെൻറ്റും എൻജോയ് ചെയ്തിട്ടാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ നല്ല നല്ല മെമ്മറീസ് ഉണ്ടാവുമല്ലോ, അതിലേക്ക് ഇങ്ങനെ ആഡ് ചെയ്യുന്നൊരു സാധനമായിരിക്കും ഇത്. എസ്പെഷ്യലി ഫുൾ ആർട്ടിസ്റ്റ് കോമ്പിനേഷനിൽ നമ്മൾ എടുത്തിട്ടുള്ള സീനുകൾ, അതെടുക്കുമ്പോൾ അവിടെ നടന്നിട്ടുള്ള തമാശകൾ, ഇതൊക്കെ ഫോർ എവർ നമ്മുടെ കൂടെ ഉണ്ടാവുമല്ലോ. അത് ഡെഫിനറ്റ്ലി ഉണ്ടാവും. വർഷങ്ങൾക്ക് ശേഷം ധ്യാൻ എന്ന ആക്ടർ, ബ്രദർ, ഫ്രണ്ട് എത്രമാത്രം വ്യത്യാസപ്പെട്ടിട്ടുണ്ട്? നല്ല രീതിയിൽ വ്യത്യാസപ്പെട്ടിട്ടുണ്ട്. കുറേ പടത്തിൽ അഭിനയിച്ചല്ലോ, അതിൻ്റേതായിട്ടുള്ള നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ വർഷങ്ങൾക്ക് ശേഷം ചിന്തിക്കുമ്പോൾ ഞാൻ ലൈഫിൽ എടുത്ത ബെസ്റ്റ് ഡിസിഷൻ അങ്ങനെ കുറേ കാര്യങ്ങൾ. സിനിമ ഡയറക്റ്റ് ചെയ്യാൻ തീരുമാനിച്ചത്, എന്താ പറയുക, ദിവ്യയുടെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചത് ഡെഫിനറ്റ്ലി. പിന്നെ കുട്ടി വേണമെന്ന് തീരുമാനിച്ചത്, ഇപ്പോൾ ഈ പടം ചെയ്യണം തീരുമാനിച്ചത്, അങ്ങനെ കുറേ ഡിസിഷൻസ് ഓവർ ദി ഇയേഴ്സ് എടുത്തിട്ടുള്ള പല ഡിസിഷൻസും, ഇമോഷണലി എടുത്തിട്ടുള്ള ഡിസിഷൻസ് അടക്കം ഒരുപാട് ബുദ്ധി ഉപയോഗിക്കാതെ പ്യുവർലി ഇമോഷൻ്റെ പുറത്ത് എടുത്തിട്ടുള്ള ഡിസിഷൻസ് അടക്കം പാളിയിട്ടില്ല. സഹായിക്കുന്നു ഡെഫിനറ്റ്ലി. എനിക്ക് ഇതേപോലെ ഞാൻ ഒന്നും പ്ലാൻഡ് അല്ല, എനിക്ക് ദൈവമായിട്ട് ഓരോ സ്റ്റേജിൽ എന്നെ കൊണ്ട് പ്ലേസ് ചെയ്തപ്പോൾ. ഇപ്പം ഞാൻ എൻജിനീയറിങ് കഴിഞ്ഞ്, ഇപ്പം എൻജിനീയറിങ് പോലും എനിക്ക് ആഗ്രഹമുള്ള കാര്യമില്ല. എൻ്റെ ഫാദറിന് ഭയങ്കര നിർബന്ധമായിരുന്നു ഞാൻ എൻജിനീയർ ആവണം എന്നുള്ള രീതിയിൽ. അങ്ങോട്ട് എൻജിനീയറിങ് കോളേജിൽ പോയി, അവിടെ പാസ് ഔട്ടായി. അത് കഴിഞ്ഞപ്പം ഞാൻ MBA വല്ലതോ അല്ലെങ്കിൽ വെളിയിൽ ഹയർ സ്റ്റഡീസിന് പോകാന്നുള്ള സമയത്തായിരുന്നു ഫാദറുടെ കൂടെ ഹെൽപ്പ്. MBA എടുക്കണമെങ്കിൽ നമുക്ക് എക്സ്പീരിയൻസ് വേണമല്ലോ, ഒരു 2 years അല്ലെങ്കിൽ ഇത്. അപ്പോൾ അങ്ങനെ തിയേറ്ററിൽ ഹെൽപ്പ് ചെയ്യാമെന്ന് വന്ന് പറഞ്ഞപ്പോൾ അന്നാണ് ഈ ഒരു സിനിമയുടെ വേറൊരു സിനിമകളെല്ലാം വന്നു തുടങ്ങുന്ന സമയം. ഇപ്പോൾ ട്രാഫിക്, സോൾട്ട് ആൻഡ് പെപ്പർ, തട്ടത്തിന്മാർ, വേറെ ജോണർ പടങ്ങൾ. അപ്പോൾ കറക്റ്റ് നോക്കിയപ്പം എൻ്റെ വയസ്സിലുള്ള ആൾക്കാർ അല്ലെങ്കിൽ സംസാരിക്കാൻ പറ്റുന്ന ഒരു ഗ്രൂപ്പ്, അങ്ങനെ നോക്കിയപ്പോൾ തിയേറ്ററിൽ ഒരു 4-5 years അത് മാറി. സിനിമയ്ക്കൊരു ഇതാണ്, നമുക്ക് അതിനകത്ത് കയറിയ അതിനകത്തൊരു ഇഷ്ടപ്പെട്ട പിന്നെ അത് പോകാൻ പാടായിരിക്കുമല്ലോ. അങ്ങനെ സ്ലോലി എനിക്ക് തുടങ്ങി. പിന്നെ ഇതേപോലെ എൻ്റെ ഫസ്റ്റ് പടം തന്നെ ഞാനായിട്ട് ഡ്രീം ചെയ്തതല്ല, ഒരു ഫിലിം പ്രൊഡക്ഷൻ പോലെ എൻ്റെ സുഹൃത്തായ ധ്യാന് ഇതേപോലെ വിളിച്ച് ഒരു ദിവസം തന്നതാണ്. അപ്പം ഇതേപോലെ വിനീത് അത് കയറിയിട്ടൊരു ആഗ്രഹം ചോദിച്ചിരുന്നു, ഇപ്പം പ്രണവായിട്ട് എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടെങ്കിൽ പറയണമെന്ന. അപ്പം വിനീത് പറഞ്ഞു എനിക്കങ്ങനെ സബ്ജക്റ്റേ ഇല്ലെന്ന്. അത് കറക്റ്റായിട്ട് വിനീത് അടുത്ത സിനിമയായിട്ട് തന്നെ പ്രണവും വന്നു, അത് വരെയും ചെയ്തു. പിന്നെ വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ ഹൃദയം കഴിഞ്ഞപ്പം നമ്മൾ ആ ജേണി കുറേ സംഭവം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ പടം നന്നായിട്ട് പോകും, അതായത് ചിലപ്പോൾ കുറേ അവാർഡ്സോ കാര്യം ഒരുമാതിരി എല്ലാം ജസ്റ്റ് പറയും നടക്കും. അപ്പോൾ എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹം എന്ന് വെച്ചാൽ ഹൃദയം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഡ്രീം ചെയ്ത സംഭവമാണ് ഹൃദയത്തിൻ്റെ മേളിലൊരു പടം നമുക്ക് ചെയ്യാമെന്ന്. അപ്പം സോഫാർ ഇതേപോലെ കോമ്പിനേഷൻസും നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ എല്ലാം അത് വന്നു. അപ്പോൾ എനിക്ക് ആ റിസൾട്ടും കൂടെ ഒന്ന്
കംപ്ലീറ്റ് ആയിട്ട് ഓഡിയൻസിൽ നിന്ന് കിട്ടണം എന്നൊരു വളരെ ആഗ്രഹമുണ്ട്. അത് കിട്ടിയാൽ ഞാൻ ഹാപ്പിയാണ്. ഓക്കെ, വർഷങ്ങൾക്ക് ശേഷം കഴിയുമ്പോൾ, വർഷങ്ങൾക്ക് ശേഷം സിനിമ പഠിപ്പിച്ചൊരു പാഠം എന്തായിരിക്കും? ഏറ്റവും വലിയ പാഠം എന്ന് പറയുന്നത് നമ്മൾ ഡിസിപ്ലിൻഡ് ആയിട്ട് മെറ്റിക്കുലസ് ആയിട്ട് പ്ലാൻ ചെയ്ത് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പലതും ചെയ്യാൻ പറ്റും എന്നുള്ളത് പഠിച്ചു. നമ്മൾ ചെറുതായിട്ട് ഡ്രീം ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ കൃത്യമായ പ്ലാനിങ്ങിൽ നമുക്കുള്ള റിസോഴ്സ് വെച്ചിട്ട് തന്നെ നമുക്ക് എയിം ചെയ്യാൻ പറ്റുന്നതിനേക്കാളും കൂടുതൽ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് പഠിച്ചു. എനിക്കും ഇത് തന്നെയാണ്. ഇപ്പം വിനീത് പറഞ്ഞ പോലെ ഇപ്പം എല്ലാവർക്കും ഡ്രീംസ് കാണുമല്ലോ മൊത്തത്തിൽ. ഇപ്പം നമ്മളെല്ലാം ഒരു സ്റ്റേജിൽ പേടിച്ച് ഇത് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുക. അപ്പം ഞാനൊക്കെ പണ്ട് വിനീത് പറഞ്ഞിട്ടുണ്ട്, പണ്ട് തിയേറ്ററിൽ ഇതേപോലെ 2020 അല്ലെങ്കിൽ ഒരു കോമ്പിനേഷൻ പടങ്ങളെല്ലാം വരുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തിയേറ്ററിൽ പോയി കോമ്പിനേഷൻ പടം കാണാൻ. അത് ഫേവറേറ്റ് കോമ്പിനേഷൻ. അപ്പം വിസ്മയിൽ ഇതേപോലെ നമ്മൾ മിക്സിംഗ് എല്ലാം കഴിഞ്ഞ് കണ്ടപ്പോൾ ഒരു മൊമെന്റിൽ ഓക്കെ ഇത് നമ്മളല്ലേ വിനീതല്ലേ ഡയറക്റ്റ് ചെയ്ത് ഞാൻ പ്രൊഡ്യൂസ് ചെയ്ത പടമല്ലേ എന്ന് ഓക്കെ എന്നൊരു സംഭവം ഉണ്ടല്ലോ, ഒരിക്കലും വിചാരിക്കാത്ത കാര്യങ്ങളൊക്കെ. അതേപോലെ അത് സംഭവിച്ചെന്ന് അറിഞ്ഞപ്പോൾ ഒരു ഹാപ്പിനെസ്. പിന്നെ ഇതേപോലെ ഫ്രണ്ട്സായിട്ടെല്ലാം ഒരുമിച്ചൊരു പടം ഇനി നടക്കുമോയെന്ന് ഇപ്പം നമുക്ക് രണ്ടുപേർക്കും അറിയില്ല. പക്ഷെ ഇതേപോലെ ഒന്നും കൂടെ പല പടങ്ങൾ ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട്. മൊത്തത്തിൽ എത്രത്തോളം നടക്കുമെന്ന് അറിയത്തില്ല. അതുകൊണ്ട് വർഷങ്ങൾക്ക് ശേഷം ഇത് സ്പെഷ്യൽ കുറേ കാര്യങ്ങൾ വെച്ച് ഇപ്പം നമ്മുടെ കഴിഞ്ഞ പടം തന്നെ ചെയ്തപ്പം നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത് ഹൃദയം സ്പെഷ്യലാണെന്ന്. ഇപ്പം വർഷങ്ങൾക്ക് ശേഷം എനിക്ക് കുറച്ചും കൂടെ ബെറ്റർ സ്പെഷ്യൽ ഫിലിമായിട്ട് നിൽക്കുക ഇപ്പം. പറഞ്ഞ പോലെ തന്നെ ഒരുപാട് സ്പെഷ്യലായ സിനിമകൾ രണ്ടുപേരുടെ ഭാഗത്തുനിന്നുണ്ടാകട്ടെ. നല്ല നല്ല ചിത്രങ്ങളുടെ ഭാഗമായിട്ട് ഇനിയും വിനീതേട്ടനെയും വിജായകരൊക്കെ കാണാൻ പറ്റുമെന്ന് ആഗ്രഹിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്.